എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ കാർബണീയ രസതന്ത്രം ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ ബിലോ. ഹൈഡ്രോകാർബണിൻ്റെ എന്താണ് ഘടനാവാക്യം ഇവിടെ നൽകിയിരിക്കുകയാണ്. നോക്കുക കേട്ടോ. റൈറ്റ് ഇറ്റ്സ് കണ്ടൻസ്ഡ് ഫോർമുല, റൈറ്റ്സ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദി ഫസ്റ്റ് കോമ്പൗണ്ട് ഓഫ് ദ ഹോമോലോഗസ് സീരീസ് ടു വിച്ച് ദിസ് ഹൈഡ്രോകാർബൺ ബിലോങ്സ്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോകാർബണിൻ്റെ ഘടനാവാക്യം നൽകിയിട്ടുണ്ട്, അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റൻ എന്താണ്? കണ്ടൻസ്ഡ് ഫോർമുല എഴുതുക. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരും? ഇതാ നോക്കുക, ഇവിടെ നോക്കുക. ഇതെന്താണ്? CH3 ഉണ്ടല്ലേ, ഹൈഡ്രജൻ 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം CH3. ദെൻ സിംഗിൾ ബോണ്ട് ഇവിടെ എന്താണ്? CH2 ഇല്ലേ, CH2. പിന്നെന്താണ് ഇവിടെ എന്ത് വരും? പിന്നെ CH ആണ് ഇവിടെ അല്ലേ, CH ഇവിടെ വരും, CH. പിന്നെ എന്താണ് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആണുള്ളത്, അപ്പോൾ ഡബിൾ ബോണ്ട്, പിന്നെ CH2 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി റൈറ്റ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല ചോദിച്ചിട്ടുണ്ട്. തന്മാത്രാ സൂത്രം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. തന്മാത്രാ സൂത്രം എത്ര വരും? കാർബൺ ഇവിടെ എത്രയാണുള്ളത്? 4 എണ്ണം ഉണ്ടല്ലേ, അപ്പം എങ്ങനെ വരും? C4. ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? ഹൈഡ്രജൻ ഇവിടെ 8 എണ്ണം ഉണ്ടല്ലേ, എണ്ണി നോക്കിയാൽ അറിയാം. 3 2 5, 5 2 7 8 എണ്ണം ഉണ്ട്. അപ്പോൾ C4H8. C4H8 ആണ് തന്മാത്രാ സൂത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്, മോളിക്കുലാർ ഫോർമുല. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദി ഫസ്റ്റ് കോമ്പൗണ്ട് ഓഫ് ദ ഹോമോലോഗസ് സീരീസ് ടു വിച്ച് ദിസ് ഹൈഡ്രോകാർബൺ ബിലോങ്സ്. ഈ ഹൈഡ്രോകാർബൺ ഉൾപ്പെട്ട ഹോമോലോഗസ് സീരീസിലെ ആദ്യ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാനാണ് ചോദിച്ചിരുന്നത്. ഹോമോലോഗസ് സീരീസിലെ ആദ്യ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും? നമുക്ക് വരയ്ക്കാം. ദാറ്റ് ഈസ് ഇവിടെയുണ്ട് ഡബിൾ ബോണ്ട് ആണ് ഇവിടെ ഉണ്ടല്ലേ, അപ്പോൾ ഡബിൾ ബോണ്ട് ആണ് ഇവിടെ ഉള്ളത്. ദെൻ ഏത് വരും? ആദ്യത്തെ ഇവിടെ ഹൈഡ്രജൻ അല്ലേ, CH2 വരും. ദാ ഇവിടെയും ഹൈഡ്രജൻ വരും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഹോമോലോഗസ് സീരീസിലെ ആദ്യ സംയുക്തത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? തന്നെ അടുത്തത് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിന് IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഏതാണ് IUPAC നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്? ബ്യൂട്ടീൻ. ഡബിൾ ബോണ്ട് അല്ല, അപ്പോൾ എന്താണ്? ബ്യൂട്ടീനാണ്. ഡബിൾ ബോണ്ടാണ്. ദെൻ ബ്യൂട്ടീനാണ് വരുന്നത്. മനസ്സിലായല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. C2H6, C3H8 C5H12 ബിലോങ് ടു ദ സെയിം ഹോമോലോഗസ് സീരീസ്. എന്നിവ എന്താണ്? ഒരു ഹോമോലോഗസ് ശ്രേണിയിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി എന്താണ്? റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ മിസ്സിംഗ് കോമ്പൗണ്ട്. വിട്ടുപോയ സംയുക്തത്തിന് തന്മാത്രാ സൂത്രം എഴുതാനാണ് ചോദിച്ചിരുന്നത്. ഇവിടെ നോക്കിയേ, C2H6, C3H8. അപ്പോൾ ഏത് വരും? C4 അല്ലേ, ഏതാണ് വരുന്നത്? C4. അടുത്ത ഏത് വരും? ഹൈഡ്രജൻ എത്രയാണ്? C4H10 വരും അല്ലേ, C4H10 വിട്ടുപോയത്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ ഹോമോലോഗസ് സീരീസ് ടു വിച്ച് ദീസ് കോമ്പൗണ്ട്സ് ബിലോങ്. ഇവ ഉൾപ്പെടുന്ന ഹോമോലോഗസ് ശ്രേണിയുടെ പേര് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ഹോമോലോഗസ് സീരീസ് പേര് ഏത് വരും? ആൽക്കെയിൻസ് ആണ് അല്ലേ, ആൽക്കെയിൻസ് ആണ് ഇവിടെ വരുന്നത്. ആൽക്കെയിൻസ് ആണ് ഇവിടെ വരുന്നത്. ഇനി റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് C2H6. C2H6ൻ്റെ ഘടനാവാക്യം എഴുതാനാണ് ചോദിച്ചിരുന്നത്. C2H6ൻ്റെ ഏത് വരും? നമുക്ക് എഴുതാം കേട്ടോ. ഇവിടെ കാർബൺ എത്രയാണ് വരുന്നത്? C2H6 അല്ല, അപ്പോൾ കാർബൺ 2 എണ്ണമാണ് അല്ലേ, കാർബൺ 2 എണ്ണമാണ്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം വരും. അപ്പോൾ ദാ ഇവിടെ വരുന്ന ഒരെണ്ണം ഇവിടെയുണ്ട്, 3 എണ്ണമായി അല്ലേ. ബാക്കി നമുക്ക് ഇവിടെയും വരും എടുക്കാം. അപ്പോൾ C2H6 നമ്മൾ വരച്ചു. മനസ്സിലായല്ലോ? സ്ട്രക്ചറൽ ഫോർമുല ഇത് ഏതാണ് വരുന്നത്? ഇതിൻ്റെ പേരെന്ത് വരും? ഈതെയിൻ ആണല്ലേ, ഈതെയിൻ ആണല്ലേ, ഈതെയിൻ. മനസ്സിലായല്ലോ? then അടുത്ത ക്വസ്റ്റ്യൻ. മോളിക്കുലാർ ഫോർമുല ഓഫ് സം ഹൈഡ്രോകാർബൺസ് ആർ ഗിവൺ ബിലോ. ഏതാനും ഹൈഡ്രോകാർബണുകളുടെ തന്മാത്രാ സൂത്രം ചുവടെ നൽകിയിരിക്കുന്നു. എന്താണ്? C3H8, C4H8, C4H10, C3H6. ഇവയിൽ ആൽക്കേനുകൾ ഏതെല്ലാം? ഇതിലെ ആൽക്കേനുകൾ ഏത് വരും? ഏതൊക്കെയാണ് വരുന്നത്? C3H8 ആൽക്കെയിനാണ്. C3H8 വരും ആൽക്കെയിന്. പിന്നെ ഏതാണ്? C4 ഇത് വരും അല്ലേ, C4H10 അല്ലേ, C4H10 എന്നാണ് ആൽക്കെയിൻസിൽ വരുന്നതാണ്. ഇനി വാട്ട് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻസ്. ആൽക്കീനുകളുടെ പൊതുവാക്യം എഴുതുക. ആൽക്കീനുകളുടെ പൊതുവാക്യം ഏതാണ്? CnH2n ആണ് ആൽക്കീൻ കേട്ടോ, ആൽക്കീനുകളുടെ പൊതുവാക്യം. നെക്സ്റ്റ്, റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ആൽക്കൈൻ ഹാവിംഗ് 4 കാർബൺ ആറ്റം. 4 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കൈൻ്റെ തന്മാത്രാ സൂത്രം എഴുതാനാണ് പറയുന്നത്. 4 കാർബൺ ആറ്റം ഉണ്ട്
ആൽക്കൈൻ്റെ തന്മാത്രാ സൂത്രം ഏത് വരും? C4, 4 കാർബണാണ് C4. എത്ര വരും? C4H6 വരും. ആൽക്കൈൻ അല്ല, C4H6 വരും. CnH2n -2 ആണ് അതിൻ്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഫോർമുല വരുന്നത്. അപ്പോൾ C4H6 വരും. 4 കാർബണാറ്റമുള്ള ആൽക്കൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദി മിസ്സിംഗ് കോമ്പൗണ്ട്സ് ഇൻ ദ ഹോമോലോഗസ് സീരീസ്. ചുവടെ നൽകിയിട്ടുള്ള ഹോമോലോഗസ് ശ്രേണിയിലെ വിട്ടുപോയ സംയുക്തങ്ങളുടെ തന്മാത്രാ സൂത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹോമോലോഗസ് ശ്രേണി തന്നിട്ടുള്ളതിൽ വിട്ടുപോയത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാറ്റഗറിയുടെ വിഭാഗം എയിൽ നോക്കുക, C2H4 ആണ്. അടുത്ത ഏത് വരും? C3H6 വരും. C3H6 വരും. അടുത്ത എന്ത് വരും? C4H8 വരും. ഇല്ല, ഇവിടെ എന്താണ്? C5H10 ആണ്. പിന്നെ ഏതാണ്? C6H12 ആണ്. പിന്നെ C7H14. മനസ്സിലായല്ലോ. ഇനി കാറ്റഗറി ബി നോക്കുക. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കിയാൽ CH4 ആണ്. CH4 അടുത്ത് എന്ന് വന്നു C2H6 വന്നു. അപ്പോൾ അടുത്ത് ഏത് വരും? C3 വരും അല്ലേ? C3 ഇവിടെ എത്രയാണ് വരുന്നത്? H8 വരും. C3H8. അടുത്ത് ഏത് വരും? C4H10 വരും. അടുത്ത C5H12 ആണ്. ഇവിടെ C6H14. മനസ്സിലായല്ലോ. അടുത്ത നോക്കിയാൽ കാറ്റഗറി സിയിൽ വരുന്നത് ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ നിന്നാണ് C3H4 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഏത് വരും? C2H2 വരും അല്ലേ? C2H2 വരും. C3H4. പിന്നെ ഏതാണ്? C4H6 ആണ് വരുന്നത്. ഇവിടെ C5H8 വരും. C6H10 വരും. പിന്നെ C7H12. ക്ലിയർ ആയല്ലോ. ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടോ? ടു വിച്ച് ഹോമോലോഗസ് സീരീസ് ഡസ് കാറ്റഗറി സി ബിലോങ്? വിഭാഗം സി ഏത് ഹോമോലോഗസ് ശ്രേണിയിലെ അംഗങ്ങളാണ്? സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഹോമോലോഗസ് സീരീസിലെ ശ്രേണിയിലെ അംഗങ്ങളാണെന്ന് നോക്കുക. ഇവിടെ നോക്കിയേ, C2H2 ആണ്. C3H. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വരുന്നതാണ്? ആൽക്കൈൻസിൽ വരുന്നതാണ് അല്ലേ? ആൽക്കൈൻസിൽ വരുന്നതാണ്. ഇനി അടുത്ത, റൈറ്റ് ദ ജനറൽ ഫോർമുല ഓഫ് കാറ്റഗറി എ. കാറ്റഗറി എയുടെ ജനറൽ ഫോർമുല ഏതാണ്? C2H4 അല്ലേ? ഏത് വരും? ആൽക്കീനിൽ വരുന്നതാണ് അല്ലേ? അപ്പം എന്താണ് അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CnH2n. CnH2n ആണ് അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ മോളിക്കുലാർ ഫോർമുല ഓഫ് എ ഫ്യൂ ഹൈഡ്രോകാർബൺസ് ആർ ഗിവൺ ബിലോ. ഹൈഡ്രോകാർബൺസിന് മോളിക്കുലാർ ഫോർമുല കൊടുത്തിട്ടുണ്ട്. വിച്ച് എമംഗ് ദം ബിലോങ്സ് ടു ദ ആൽക്കീൻ ഗ്രൂപ്പ്? ഇവയിൽ ആൽക്കീൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. C2H4, C2H2, C2H6, C3H4, C3H8. ഇതിൽ ആൽക്കീൻ വിഭാഗത്തിൽപ്പെടുന്ന ഏതാണ്? C2H4. ആൽക്കീനിൽ വരുന്നത് C2H4 ആണ്. ഇനി വിച്ച് കാറ്റഗറി ഡസ് C2H2 ബിലോങ് ടു? C2H2 ഏത് വിഭാഗത്തിൽപ്പെടുന്നു? C2H2 എന്ന് പറയുമ്പോൾ ഏതാണ്? ആൽക്കൈൻസിൽ വരുന്നതാണ് അല്ലേ? ആൽക്കൈൻസ് കേട്ടോ. ആൽക്കൈൻസിൽ വരുന്നതാണ് C2H2 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, വിച്ച് ആർ ദ ഹൈഡ്രോകാർബൺസ് ഹാവിങ് ദ ജനറൽ ഫോർമുല CnH2n+2? പൊതുവാക്യം CnH2n+2 ആയ ഹൈഡ്രോകാർബണുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ വരും? C2H6 വരും അല്ലേ? C2H6 വരും. പിന്നെ ഏതാണ്? C3H8 വരും. C3H8. ബട്ട് എല്ലാത്തിൻ്റെയും പൊതുവാക്യം ജനറൽ ഫോർമുല പഠിച്ചിരിക്കുക. അതനുസരിച്ചിട്ടാണ് ഹൈഡ്രോകാർബൺസ് നമ്മൾ തിരിച്ചറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 hints regarding a hydrocarbon are given below. ഒരു ഹൈഡ്രോകാർബണിനെ കുറിച്ചുള്ള 2 സൂചനകൾ നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ്? 3 കാർബണാറ്റങ്ങളുണ്ട്. ഹൈഡ്രോകാർബൺ ഉൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ പൊതുവാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത് CnH2n+2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഹിൻഡ് തന്നിരിക്കുകയാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിൻ്റെ തന്മാത്രാ സൂത്രവും IUPAC നെയിമും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. CnH2n+2 വരും. അപ്പോൾ ഏതാണ് വരുന്നത്? 3 കാർബണാറ്റങ്ങളുണ്ടെന്ന് വരും. അപ്പോൾ 3 കാർബണാറ്റങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം C3 ആണ്. പിന്നെ H2n+2 വരും. അപ്പോൾ ഏത് വരും? C3H8 വരും ഇല്ലേ? C3H8 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ IUPAC നെയിം ഏതാണ്? പ്രൊപ്പെയിൻ ആണ് അല്ലേ? പ്രൊപ്പെയിൻ ആണ്. IUPAC നെയിം പ്രൊപ്പെയിൻ ആണ് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി ഈ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഘടന അവിടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം C3H8 ആണ് വരുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ ഘടന വരയ്ക്കാം? C3H8 എന്ന് വരുമ്പോൾ 3 കാർബണാറ്റം ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ 3 കാർബണാറ്റം. പിന്നെ ഹൈഡ്രജൻ എത്രയാണ്? 8 എണ്ണാണുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് വരയ്ക്കാം.
ഹൈഡ്രജൻ 8 എണ്ണം ഉണ്ട്. ഇവിടെ 3 എണ്ണം ഉണ്ട്. ദെൻ ഇവിടെ നമുക്ക് 2 എണ്ണം കൊടുക്കാം അല്ലേ. ഇപ്പം 3 2 5 എണ്ണമായി. ഇതാ ഇവിടെയും വരും അല്ലേ. ഇവിടെ 3 അപ്പം 5 3 8 എണ്ണം. മനസ്സിലായല്ലോ. അപ്പോൾ സമത്വത്തിൻ്റെ ഘടന ഇത് ബി ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ സമത്വത്തിൻ്റെ ഘടന വരച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദി ഹൈഡ്രോ കാർബൺ ഹാവിംഗ് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആൻഡ് ഹാവിംഗ് ഡബിൾ ബോണ്ട്. ഇത്രയും കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ നിബന്ധനമുള്ള ഹൈഡ്രോ കാർബണിൻ്റെ തന്മാത്രാ സൂത്രം. നിബന്ധന ഇവിടെ എന്താണ്, ഏകബന്ധനമാണുള്ളത് അല്ലേ. അപ്പം എന്താണ് ഇവിടെ 3 കാർബൺ ആറ്റമാണുള്ളത്. അപ്പം അങ്ങനെ 3 കാർബൺ ആറ്റം വരുമ്പോൾ ഉള്ള അവിടെ ഹൈഡ്രോ കാർബണിൻ്റെ നിബന്ധനമാണുള്ളത്. അതിൻ്റെ തന്മാത്രാ സൂത്രം എങ്ങനെ വരും? തന്മാത്രാ സൂത്രം C3 ആണുള്ളത്. നിബന്ധന എന്ന് പറയുമ്പോൾ എത്ര വരും? C3H6 വരും ഇല്ലേ. C3H6 വരും. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിൻസ് അബൌട്ട് എ സൈക്ലിക് കോമ്പൗണ്ട് ആർ ഗിവൺ ബിലോ. ഒരു വലയ സംയുക്തത്തെക്കുറിച്ചുള്ള സൂചന ചുവടെ നൽകിയിരിക്കുന്നു. ഇറ്റ് ഹാസ് എന്താണ്? ഇറ്റ് ഹാസ് 6 കാർബൺ ആറ്റം ആൻഡ് 12 ഹൈഡ്രജൻ ആറ്റം. 6 കാർബൺ ആറ്റവും 12 ഹൈഡ്രജൻ ആറ്റവും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 6 കാർബൺ ആറ്റം 12 ഹൈഡ്രജൻ ആറ്റമാണ്. വലയ സൈക്ലിക് കോമ്പൗണ്ട് ആണ് ഇല്ലേ. അപ്പോൾ നമുക്ക് 6 കാർബൺ ആറ്റവും 12 ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ 6 കാർബൺ ആറ്റം ഇവിടെ 2 എണ്ണം വരും. ഇവിടെ 2 എണ്ണം വരും. ഇവിടെ 6 കാർബൺ ആറ്റമാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഇതിൻ്റെ നമ്മൾ ഘടന വരയ്ക്കണം. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ 2 ഹൈഡ്രജൻ ആറ്റം വീതം. എല്ലാ കാർബണിനും എന്താണ് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇതാണ് സൈക്ലിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ വലയ സംയുക്തത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ്? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല. ഇതേ തന്മാത്രാ സൂത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം എഴുതുക. അപ്പോൾ എന്താണ്? ഇതേ തന്മാത്രാ സൂത്രം ഇവിടെ ഏതാണ് വരുന്നത്? C6 ആണ്. C6H12 ആണല്ലോ വരുന്നത്. അപ്പം ഇതേ തന്മാത്രാ സൂത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ. ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പം എങ്ങനെ വരും? നമുക്ക് നോക്കാം. കാർബൺ എത്രയാണ്? 6 എണ്ണമാണുള്ളത്. അപ്പോൾ 1 2 ഇവിടെ കാർബൺ എത്രയാണ്? 6 എണ്ണം വന്നു. ഹൈഡ്രജൻ 12 എണ്ണമാണ് വേണ്ടതില്ല. അപ്പോൾ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ്. അതാ ഇവിടെ ഒരു ഹൈഡ്രജൻ നമ്മൾ കൊടുത്തു. ഇവിടെ 2 ഹൈഡ്രജൻ നമ്മൾ കൊടുത്തു. പിന്നെ ഇത് വരും. അതാ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ദെൻ ഇവിടെ ഒരു ഹൈഡ്രജനെ നമ്മൾ കൊടുത്തു. ബാക്കി എല്ലായിടത്തും ഓരോ ഹൈഡ്രജനെ വീതം കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ 4 എണ്ണമായി. ഇതാ ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഓപ്പൺ ചെയിൻ. ഇതേ തന്മാത്രാ സൂത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം. ഇനി ഇത്രയും എണ്ണം കാർബണാറ്റങ്ങൾ അടങ്ങിയ ആൽക്കൈൻ്റെ തന്മാത്രാ സൂത്രം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്ര എണ്ണം കാർബണാറ്റം, അതായത് 6 കാർബണാറ്റം ഉണ്ട്. 6 കാർബണാറ്റം ഉള്ളത് അതിൻ്റെ ആൽക്കൈൻ്റെ തന്മാത്രാ സൂത്രം എഴുതാൻ. 6 കാർബണാറ്റം ആണുള്ളത്. അപ്പോൾ ആൽക്കൈൻ വരുമ്പോൾ എന്ത് വരും? CN H2n+2 അല്ലേ വരുന്നത്. അപ്പം എന്ത് വരും? C6H14 വരും. C6H14 കാർബണാറ്റം ആണെങ്കിൽ ആൽക്കൈൻ്റെ തന്മാത്രാ സൂത്രമാണ് C6H14. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ചെയിൻ ഹാവിംഗ് കാർബൺ ആറ്റം ഈസ് ഗിവൺ ബിലോ. ഇതാ നോക്കട്ടെ. കാർബൺ ആറ്റം ഉള്ള ഒരു ചെയിൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിംഗ് ഹൈഡ്രജൻ ആറ്റം ടു ഈച്ച് കാർബൺ ആറ്റം. റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം ഓൾസോ. ഓരോ കാർബണിലും ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉൾപ്പെടുത്തി ഘടന പൂർത്തീകരിച്ച് IUPAC നാമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാർബൺ ആറ്റം 6 കാർബൺ ആറ്റം ഉണ്ട്. അതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ IUPAC പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം കേട്ടോ. ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ദെൻ ഇവിടെ ഡബിൾ ബോണ്ട് ആണ്. എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ആണ് ഇവിടെ ഉള്ളതല്ലേ. 5 കാർബൺ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യണം? ഹൈഡ്രജൻ ആണ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യണം. അപ്പോൾ നോക്കുക എവിടെയൊക്കെ കൊടുക്കാം ഹൈഡ്രജൻ. നമുക്ക് എവിടെ കൊടുക്കാം? ദാ ഇവിടെ ഒരെണ്ണം കൊടുക്കാം അല്ലേ. ഇവിടെ ഒരു ഹൈഡ്രജനും കൊടുക്കാം. ഇവിടെ ഒരു ഹൈഡ്രജനും കൊടുക്കാം. ഇവിടെ പിന്നെ അപ്പോൾ ഡബിൾ ബോണ്ട് ആണ്. പിന്നെ എന്താണ്? ഇത് ഇവിടെ ഒരു ഹൈഡ്രജൻ നമുക്ക് ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 4 എണ്ണമായി. ഇവിടെ നമുക്കും ഇവിടെ ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജനും നമുക്ക് ആഡ് ചെയ്യാം. മനസ്സിലായല്ലോ. ഇവിടെ 3 എണ്ണം വരും. ക്ലിയർ ആയല്ലോ. ദെൻ ഇതിൻ്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നോക്ക് എത്ര കാർബൺ ആറ്റം ഉണ്ടോ? 5 കാർബൺ ആറ്റം ആണുള്ളത്. ഡബിൾ ബോണ്ട് ആണ്. അപ്പോൾ ഏത് വരും? പെൻറ്റീൻ അല്ലേ. ഏതാണ് വരുന്നത്? IUPAC നെയിം എന്ന് പറഞ്ഞാൽ പെൻറ്റീൻ ആണ് അല്ലേ. പെൻറ്റീൻ. ഇനി റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. എന്താണ് പറയുന്നത്? ഈ സംയുക്തത്തിൻ്റെ തന്മാത്രാ സൂത്രം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. തന്മാത്രാ സൂത്രം എങ്ങനെ എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് എത്രയാണ്? 5 കാർബൺ ആറ്റമുള്ള ഹൈഡ്രജൻ എത്ര വരും? ഹൈഡ്രജൻ 10 എണ്ണം ഉണ്ടല്ലോ. അപ്പം C5H10 വരും. ശരിയല്ലേ. ഇനി ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് എ സൈക്ലിക് കോമ്പൗണ്ട് ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല.
ഇനി എന്താണ് ഇതേ തന്മാത്രാ സൂത്രമുള്ള ഒരു വലയ സംയുക്തത്തിന്റെ ഘടന, ഇവിടെ കാർബൺ 5ഉം ഹൈഡ്രജനും 10 ഉള്ള ഒരു വലയ സംയുക്തം, ഒരു സൈക്ലിക് കോമ്പൗണ്ടിന് നമ്മൾ അവിടെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാർബൺ എത്രയാണ്? 5 എണ്ണാണുള്ളത് വരയ്ക്കാം അല്ലെ. അപ്പൊ കാർബൺ നമുക്കിത് 5 എണ്ണം ഇവിടെ അല്ലേ, 3 എണ്ണായി 5 എണ്ണം സൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഹൈഡ്രജൻ എത്ര വേണം? ഹൈഡ്രജന് 10 എണ്ണം വേണം ഇല്ല. അപ്പൊ നമുക്ക് ഓരോന്നിലും ഓരോ ഹൈഡ്രജൻ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ നോക്കിയപ്പോൾ ഇതാണ് സൈക്ലിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് സൈക്ലിക് കോമ്പൗണ്ട്. ഈ വലയ സംയുക്തത്തിന് IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് വരും? സൈക്ലോ 5 കാർബൺ അല്ല, അപ്പൊ എന്ത് വരും? സൈക്ലോപെന്റെയിൻ അല്ലേ. സൈക്ലോപെന്റെയിന്റെ പേരെങ്ങനെയാണ്? സൈക്ലോപെന്റെയിൻ എന്നാണ് ഇതിന്റെ പേര്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോളിക്കുലർ ഫോർമുല ഓഫ് ആൻ ആലിസൈക്ലിക് കോമ്പൗണ്ട് ഈസ് C4H8. ഒരു ആലിസൈക്ലിക് സംയുക്തത്തിന്റെ തന്മാത്രാ സൂത്രം C4H8 ആണ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞത്. സ്ട്രക്ചറൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഘടനാവാക്യം നമുക്ക് എങ്ങനെ എഴുതാം? C4H8 ആണല്ലേ. അപ്പൊ എന്തെങ്കിലും ആലിസൈക്ലിക് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അലിസൈക്ലിക് ആണല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. 4 കാർബൺ ആറ്റമാണുള്ളത്. ഹൈഡ്രജൻ എത്രയാണ്? 8 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഈ കാർബണിൽ 2 ഹൈഡ്രജൻ ഇവിടെ വരും. ഇതാ ഇവിടെയും 2 എണ്ണം വരും അല്ലേ. ഇവിടെയും 2 എണ്ണം ഉണ്ട്. കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ. മനസ്സിലായല്ലോ? ഇതാണ് ഘടനാവാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ്? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല. ഇതേ തന്മാത്രാ സൂത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ ഘടനാവാക്യം. ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ ഘടനാവാക്യം എഴുതാനാണ് പറയുന്നത്. കാർബൺ എത്രയാണ്? 4 എണ്ണാണുള്ളത്. കാർബൺ 4 എണ്ണാണുള്ളത്. ഇതാ ഇവിടെ നോക്കുക, എന്താണ്? C4H8 ആണ്. അപ്പോൾ ഏതാണ്? ഡബിൾ ബോണ്ട് ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഇതാ നോക്കുക, ആൽക്കീൻ്റെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഡബിൾ ബോണ്ട് വരും. ദെർഫോർ ഡബിൾ ബോണ്ട് വന്നു. കാർബൺ എത്രയാണ്? 4 എണ്ണം. 4 കാർബൺ ആറ്റമായി. ഇനി എത്രയാണ്? ഹൈഡ്രജൻ 8 എണ്ണാണല്ലേ. അതാ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഇത് ഓക്കെ ആയി. ഇവിടെ ഡബിൾ ബോണ്ട് ആണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ഇവിടെയൊക്കെ എത്രയാണ്? 2 ഹൈഡ്രജൻ. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അവിടെ ഓരോ ഹൈഡ്രജനും വരും. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഒരു 3 ഹൈഡ്രജനും വരും. മനസ്സിലായല്ലോ? അപ്പം ഹൈഡ്രജൻ അവിടെ 8 എണ്ണമായി. 3 3 6 2 8 എണ്ണമായി. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് ആൻ ആലിസൈക്ലിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ ബിലോ. ഒരു ആലിസൈക്ലിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുക്കുന്നത്. ആലിസൈക്ലിക് സംയുക്തത്തിന്റെ ഘടന ഇവിടെ നൽകിയിട്ടുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല? ഈ സംയുക്തത്തിന്റെ തന്മാത്രാ സൂത്രം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തന്മാത്രാ സൂത്രം? കാർബൺ ഇവിടെ നോക്കിയാൽ കാർബൺ ഇവിടെ എത്രയാണ്? 4 എണ്ണം ഉണ്ടല്ലേ. അപ്പം C4 കാർബൺ 4 എണ്ണാണുള്ളത്. ഡബിൾ ബോണ്ട് ആണ് അല്ലേ. ഡബിൾ ബോണ്ട് ആണ് ഇവിടെ ഉള്ളത്. ഹൈഡ്രജൻ എത്രയുണ്ട്? 2 4 6. അപ്പോൾ C4H6 ഇല്ലേ. നിബന്ധനമാണ് ഇവിടെ ഉള്ളത്. അപ്പം C4H6 വന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്തത് റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. ഈ സംയുക്തത്തിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് IUPAC നെയിം? സൈക്ലിക് ആയതുകൊണ്ട് നമുക്ക് സൈക്ലോ ഇല്ലേ. സൈക്ലോ ഏതാണ്? ബ്യൂട്ടീൻ വരും ഇല്ലേ. സൈക്ലോബ്യൂട്ടീൻ. ഇനി റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിംഗ് ദ സെയിം മോളിക്കുലർ ഫോർമുല. ഇതേ തന്മാത്രാ സൂത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? കാർബൺ ഇവിടെ 4 ആണ് വരുന്നത്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരും അല്ലേ. ട്രിപ്പിൾ ബോണ്ട്. കാർബൺ എത്രയാണ്? 4 വരും. ഹൈഡ്രജൻ ഇവിടെ എത്ര വരും? ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും. ദെൻ ഇവിടെ എത്രയാണ്? ഇവിടെ എല്ലാം ഓക്കെയാണ് വരുന്നത്. ഇതാ ഇവിടെ പിന്നെ 2 ഹൈഡ്രജൻ വരും അല്ലേ. ഇവിടെ 2 ഹൈഡ്രജൻ വരും. ഇതാ ഇവിടെ പിന്നെ 3 ഹൈഡ്രജനും വരും. മനസ്സിലായല്ലോ? അപ്പോൾ C4H6 ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എഴുതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് എൻ്റെ ഇതേ തന്മാത്രാ സൂത്രമാണ്. C4H6 ആണ് എൻ്റെ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ ഘടനാവാക്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മോളിക്കുലർ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഈസ് C3H6. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഒരു ഹൈഡ്രോകാർബണിന്റെ തന്മാത്രാ സൂത്രം എത്രയാണ്? C3H6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഘടനാവാക്യം എങ്ങനെ വരും? C3H6 ആണല്ലേ. ഞാൻ A ആണ് കേട്ടോ. എയുടെ ഇവിടെ എഴുതുവാണ്. C3H6 ആകുമ്പം കാർബൺ എത്രയാണ് വരുന്നത്? 3 എണ്ണം വരും അല്ലേ. കാർബൺ ഇവിടെ 3 എണ്ണമാണ് വരുന്നത്. ഹൈഡ്രോകാർബൺ തന്മാത്രാ സൂത്രം C3H6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് വരുന്നത്? ആൽക്കീൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡബിൾ ബോണ്ട് വരും ഇല്ലേ. എത്രയാണ്? കാർബൺ 3 കാർബൺ ആണുള്ളത്. ഹൈഡ്രജൻ ഇവിടെ എത്രയാണ്? 6 എണ്ണം ഉണ്ട്. നോക്കാം. ഇവിടെ ഒരു ഹൈഡ്രജൻ നമ്മൾ കൊടുത്തു. ഇവിടെ ഒരു ഹൈഡ്രജൻ നമ്മളിവിടെ കൊടുത്തു.
അതാ ഇവിടെ ഒരു ഹൈഡ്രജനെ കൊടുത്തു, ഇവിടെ എങ്ങനെയാണ് 3 എണ്ണം, ഇവിടെ നമുക്കൊരു 3 ഹൈഡ്രജനും കൂടെ കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പോൾ എത്രയാണ്? 6 എണ്ണമായി, C3H6 ആയി. ഇനി ഈ സംയുക്തം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാണ്? C3H6 ആണ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൽക്കീനിൽ പെടുന്നതാണ് അല്ലേ? ആൽക്കീനിൽ പെടുന്നതാണ്. ഇനി അടുത്ത് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ആൻ ആലിസൈക്ലിക് കോമ്പൗണ്ട് ഹാവിംഗ് ദ മോളിക്കുലർ ഫോർമുല C3H6. C3H6 തന്മാത്രാസൂത്രമുള്ള ആലിസൈക്ലിക് സംയുക്തത്തിന്റെ ഘടന വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആലിസൈക്ലിക് സംയുക്തം. അപ്പോൾ ദാ സി ആണ്. നോക്കിയ കാർബൺ എത്രയാണ് വരുന്നത്? 3 കാർബൺ അല്ലേ? ആലിസൈക്ലിക് നമ്മൾ സൈക്ലിക് കോമ്പൗണ്ട് വരയ്ക്കുകയാണ്. കാർബൺ ഇവിടെ 3 വരും. അപ്പോൾ ഓരോ കാർബണിനും എത്രയാണ്? 2 ഹൈഡ്രജൻ വീതം. മനസ്സിലായല്ലോ? അപ്പോൾ 6 ഹൈഡ്രജൻ ആവുമല്ലോ. ഓരോ കാർബണിനും 2 ഹൈഡ്രജൻ വീതമാണ്. അപ്പം 6 ഹൈഡ്രജൻ കൂടെ വന്നു. മനസ്സിലായല്ലോ? ഇനി സംയുക്തത്തിന് IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ IUPAC നെയിം ഇങ്ങനെ വരും. വലയ സംയുക്തമാണ്, സൈക്ലിക് ആയതുകൊണ്ട് നമുക്ക് സൈക്ലോ എന്ന് എഴുതാം. പിന്നെ എന്താണ്? പ്രൊപ്പൈൻ അല്ലേ? സൈക്ലോ പ്രൊപ്പൈൻ അല്ലേ? 3 കാർബൺ ആറ്റമാണുള്ളത്, അത് സൈക്ലോ പ്രൊപ്പൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് നാഫ്തലിൻ. നാഫ്തലിന്റെ തന്മാത്രാ സൂത്രം, നാഫ്തലിന്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കുക. തന്മാത്രാ സൂത്രം എത്ര വരും? കാർബൺ എത്രയാണുള്ളത്? കാർബൺ താ നോക്കുക, 1 2 3 4 5 6 7 8 9 10 അല്ലേ? അപ്പോൾ എത്ര വരും? C10. കാർബൺ 10 ആണ് വരുന്നത്. ഹൈഡ്രജൻ എത്ര വരുന്നത് നോക്കി, ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം. അപ്പോൾ C10H8. ഇതാണ് നാഫ്തലിന്റെ തന്മാത്രാ സൂത്രം. നാഫ്തലിന്റെ തന്മാത്രാ സൂത്രം എത്രയാണ്? C10H8. C10H8 ആണ് നാഫ്തലിന്റെ തന്മാത്രാ സൂത്രം. അതിന്റെ ഘടനയെ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി വരച്ച് പഠിക്കുക കേട്ടോ. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നാഫ്തലിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കോമ്പോണൻസ് ഫ്രം പെട്രോളിയം? പെട്രോളിയത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? ഇതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലേ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മലയാളത്തിൽ നിന്ന് പറയാം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ആംശിക ഛേദനം എന്ന് പറയും. ബ്യൂട്ടൈൻ, ദ മെയിൻ കമ്പോണന്റ് ഓഫ് LPG ഈസ് ആൻ ആൽക്കൈൻ. ഇറ്റ് ഹാസ് 4 കാർബൺ ആറ്റം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ ആണ് LPGയുടെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആൽക്കൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 കാർബൺ ആറ്റമാണുള്ളത്. 4 കാർബൺ ആറ്റമാണുള്ളത് ബ്യൂട്ടൈൻ്റെ അകത്ത്. ദെൻ ഹൈഡ്രജൻ എത്ര വരും? ഓരോന്നിനും ഓരോ ഹൈഡ്രജൻ വീതം വരും അല്ലേ? ബ്യൂട്ടൈൻ്റെ ഘടനയൊക്കെ നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ്. വരയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഗ്യാസ് ഡസ് നോട്ട് കോസ് ഗ്ലോബൽ വാർമിംഗ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആഗോള താപനത്തിന് കാരണമാകാത്ത വാതകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിഥേൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. അപ്പം ആഗോള താപനം അല്ലെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകാത്ത ഏതാണ്? നൈട്രജൻ അല്ലെ? നൈട്രജൻ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നില്ല. മറ്റെല്ലാ വാതകങ്ങളും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. ഇനി റൈറ്റ് 2 ways ടു പ്രിവെന്റ് ഗ്ലോബൽ വാർമിംഗ്. ആഗോളതാപനം തടയുന്നതിനുള്ള ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടമുള്ള ഏതെങ്കിലും എഴുതുക കേട്ടോ. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വെനെവർ പോസിബിൾ. അത് നമ്മൾ എന്നുവെച്ചാൽ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്ന ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ തന്നെ റെഡ്യൂസ് കാർബൺ എമീഷനൊക്കെ കുറയ്ക്കുക. ഫോസിൽ ഇനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക. വൃക്ഷങ്ങളൊക്കെ നട്ടു വളർത്തുക കേട്ടോ. പ്ലാന്റ് മോർ ട്രീസ് എന്നൊക്കെ എഴുതാം കേട്ടോ. പ്ലാന്റ് മോർ ട്രീസ് ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. വനനശീകരണം തടയുക. പിന്നെ എന്താണ്? യൂസ് മോർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറഞ്ഞു ഇല്ലേ? പൊതുഗതാഗത മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. കാർബൺ എമീഷനൊക്കെ കുറയ്ക്കുക കേട്ടോ. ഫോസിൽ ഫ്യൂവൽസിൻ്റെ അപ്പോൾ തന്നെ റെഡ്യൂസ് ദി യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് എന്നും പറയാം കേട്ടോ. റെഡ്യൂസ് ദി യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ എന്തെങ്കിലും ഉപയോഗമൊക്കെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് തടയാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ലെറ്റസ് എസിലുള്ളത്. ഞാനും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കോട്ടോ. വരയ്ക്കാനൊക്കെയുള്ള സ്ട്രക്ചറൊക്കെ വരയ്ക്കാനുള്ള നീറ്റായിട്ടൊക്കെ വരയ്ക്കുക കേട്ടോ. അത് നാഫ്തലിൻ്റെ ഒക്കെ മിക്കപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. ഇത് വരയ്ക്കാൻ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. നാഫ്തലിൻ്റെ ഒക്കെ കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളും ആൻസറുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളായിട്ട് വീണ്ടും കാണാം. എല്ലാവരും നല്ലോണം പഠിക്കുക. നന്ദി, നമസ്കാരം. Thank you.